എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞാൻ മുന്നേ ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ ഇട്ടിരുന്നു നമ്മുടെ ഫാം സെറ്റ് ചെയ്തെടുക്കുന്നതിനെ കുറിച്ച്. അപ്പം പൂർണ്ണമായിട്ടും ഇതതിൻ്റെ ഒന്നാം ഘട്ടം മാത്രമാണ്. ഞാൻ ഒരു നല്ലൊരു രീതിയിൽ ഫാം സെറ്റ് ചെയ്തെടുക്കുന്നതിൻ്റെ ആദ്യ ഘട്ടം എന്ന രീതിയിൽ എല്ലാത്തിനും കുറിച്ച് പഠിക്കാൻ ഒന്നും രണ്ടും പോത്തുകളെ മാത്രം വളർത്തി വളരെ ചെറിയ രീതിയിൽ താറാവിനെയും വളർത്തി തുടങ്ങിയിട്ട് മാത്രമാണ് ഇപ്പോൾ മുമ്പോട്ട് പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു വൈകുന്നേരം എനിക്ക് ഉള്ള ജോലികളെ പറ്റി ഒരു വൈകുന്നേരത്ത് ഞാൻ എൻ്റെ ഈ ജീവജാലങ്ങളെ പരിപാലിക്കാനായിട്ട് എടുക്കുന്ന ഒരു കാഴ്ചകളെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ നമുക്ക് അത്യാവശ്യം പറമ്പിൽ വാഴ കൃഷിയൊക്കെ ഉണ്ട്. അപ്പോൾ മുന്നേ നല്ല രീതിയിൽ ചെയ്തുകൊണ്ടിരുന്നതായിരുന്നു. ഇപ്പോൾ അപ്പൂപ്പനൊക്കെ പ്രായമായത് കാരണം കൃഷിയായിട്ടൊന്നും കാര്യമായിട്ടില്ല. ഇനി ഞാൻ വേണം എല്ലാം ഒന്നെന്നും പറഞ്ഞ് സെറ്റാക്കി എടുക്കാൻ. ഇതിപ്പോൾ നമ്മുടെ അവിടെ ഈ ഉണക്ക സമയമായതുകൊണ്ട് വലിയ രീതിയിൽ വെള്ളമൊന്നും കിട്ടാത്തതുകൊണ്ട് ഒടിഞ്ഞു വീണൊരു വാഴക്കൊലയാണ്. പാകമാകുന്നതിന് മുമ്പ് അത് ഒടിഞ്ഞു വീണു. അപ്പോൾ ഇതാണ് ഒടിഞ്ഞു വീഴുന്ന വാഴക്കൊലയും വാഴയിലേക്ക് നമ്മൾ പോത്തിന് കൊടുക്കാനായിട്ട് എടുക്കാറാണ് പതിവ്. ഇന്ന് ഒടിഞ്ഞു വീണ വാഴയെന്നൊരു വളരെ ചെറിയൊരു വാഴക്കൊലയാണ് കിട്ടിയത്. നമ്മുടെ ഏത്തവാഴയുടെ കൊലയായിരുന്നു അത്. പക്ഷേ മനുഷ്യന് ഉപയോഗിക്കാൻ പറ്റാത്ത പരുവത്തിലായിരുന്നു കിട്ടിയത്. അതുകൊണ്ട് നമ്മളത് കൊത്തിയെരിഞ്ഞ് പോത്തിന് കൊടുക്കാനും വേണ്ടി കൊത്തിയെരിയുകയാണ്. പിന്നീട് ബാക്കി വരുന്ന വാഴയിലയെല്ലാം അത് ശേഖരിച്ചു കൊണ്ടുവന്ന് പോത്തിന് തന്നെ തീറ്റ കൊടുക്കാനായിട്ട് ഇടും. പിന്നെ അതുപോലെ ഇത് നമ്മുടെ പോത്തിന് ഞാൻ തൊഴുത്തിലൊന്നുമല്ല കിട്ടുന്നത്. ഇപ്പോൾ തുടക്കമായതുകൊണ്ട് തൊഴുത്ത് പണിയാനൊന്നും നിന്നില്ല. നമ്മുടെ പറമ്പിൽ തന്നെയുള്ള പല മരങ്ങളുടെ മൂടുകളിലായിട്ടൊക്കെ കെട്ടിയിടാറാണ് ചെയ്യാറ്. അപ്പോൾ ഇതതിൻ്റെ ചാണകം വാരുന്നതാണ്. വൈകുന്നേരത്തായിരിക്കും ഞാൻ ചാണകം വാരുന്നത്. രാവിലെ ഇടുന്ന ചാണകം തലേന്ന് രാത്രി മുതൽ രാവിലെ ഇടുന്ന ചാണകമൊക്കെ വൈകുന്നേരം ആകുമ്പോഴത്തേക്കും നല്ലപോലെ വെയിൽ കൊണ്ട് ഉണങ്ങിയ പരുവത്തിലായിരിക്കും. അപ്പോൾ അത് വാരാനും എളുപ്പമാണ്, വലിയ സ്മെല്ലൊന്നും വരത്തില്ല. അപ്പോൾ ഇങ്ങനെ വൈകിട്ട് ചാണകം ഉണങ്ങിയതിന് ശേഷം മാത്രം നമ്മൾ ആ ചാണകം വാരിയെടുത്ത് തൊട്ടടുത്ത് തന്നെ അത് കൂട്ടിയിടാറാണ്. ഈ ചാണകം പിന്നീട് നമ്മൾ തെങ്ങിൻ്റെ മൂടുകളിലേക്കും അല്ലാതെ മറ്റ് കൃഷി ആവശ്യങ്ങൾക്കൊക്കെ ആയിട്ട് എടുക്കത്തേ ഉള്ളൂ. നമ്മുടെ പറമ്പിൽ തന്നെ മറ്റാവശ്യങ്ങൾക്ക് കൃഷി ചെയ്യാനും മറ്റും ഈ ചാണകമാണ് ഉപയോഗിക്കുന്നത്. അതിനെന്തായാലും പോത്തിനോടൊക്കെയുള്ള വാഴയില കൊണ്ടിട്ടു. ഇനി അടുത്തത് നമ്മുടെ ജോലി എന്ന് പറയുന്നത് താറാവിനുള്ള തീറ്റയെ കൊടുത്ത് നിർത്തിയേക്കുവാണ്. അതിനെ ഇനി കൂട്ടിലേക്ക് കയറ്റുക എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് എൻ്റെ താറാവ് ഷെഡ്. ഇതിനെപ്പറ്റിയൊക്കെ വീഡിയോ ഞാൻ മുന്നേ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ നിലവിൽ ഏകദേശം 10-60ഓളം താറാവാണുള്ളത്. അപ്പോൾ താറാവിനെ മേടിച്ച് ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ വളർത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത് സക്സസ് ആവുന്നോ ഇല്ലയോ എന്നൊക്കെ നോക്കിയിട്ട് വേണം നമുക്കിത് മുന്നോട്ട് കൊണ്ടുപോകാൻ. സക്സസ് ആയാലും ഇല്ലെങ്കിലും ഇത് ഞാൻ പരീക്ഷണാടിസ്ഥാനത്തിലാണ്. ഇത് കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടി ഇതിനകത്ത് പറ്റുന്ന മിസ്റ്റേക്കുകൾ പഠിച്ച് മനസ്സിലാക്കിയതിന് ശേഷം വലിയ രീതിയിൽ ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ അതുകൊണ്ട് ഇതിനെപ്പറ്റി കൃത്യമായിട്ട് കാര്യങ്ങൾ പഠിക്കുക. നമ്മൾ വളർത്തി നോക്കിയാൽ മാത്രമാണ് നമുക്ക് ഇതിനകത്തുള്ള പിഴവുകൾ മനസ്സിലാക്കി കൂടുതൽ പഠിക്കാൻ പറ്റത്തുള്ളൂ. ആ ഒരു രീതിയിൽ 60 താറാവിനെ കുട്ടനാട്ടിലല്ല അമ്പലപ്പുഴയിൽ പോയി എടുത്തുകൊണ്ട് വരികയാണ്. അപ്പോൾ ഇന്ന് വൈകുന്നേരമൊക്കെ ആകുമ്പോഴത്തേക്കും ഉമ്മാരെല്ലാം നമ്മൾ അടിച്ച് കൂട്ടി കയറ്റും. അപ്പോൾ താറാവിനെ വളർത്തി എനിക്ക് കിട്ടിയിട്ടുള്ള പ്രശ്നങ്ങളും പണികളും ഒക്കെ ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ഒക്കെ ഇട്ടിട്ടുണ്ട്. ഇത് കണക്കുള്ള പ്രശ്നങ്ങളും അബദ്ധങ്ങളൊക്കെ പറ്റിപ്പോയി എന്നുള്ളത്. അപ്പോൾ ഓരോ തെറ്റുകളും മനസ്സിലാക്കി മുമ്പോട്ട് പോവുകയാണ്. നമ്മളിപ്പോൾ എന്തായാലും അവന്മാരെ കൂട്ടിനകത്താക്കി അടച്ചിട്ടുണ്ട്. ഈ കൂടിനകത്ത് കിടന്നുള്ള പ്രത്യേകത എന്ന് വെച്ചാൽ ഇവന്മാരെ നമ്മൾ തുറന്നു വിട്ട കുളത്തിലും പരിസരത്തും മാത്രമായിട്ട് നിൽക്കും. പിന്നെ ഇനി കൂട്ടിക്കയറ്റി അടച്ച മറ്റു മൃഗങ്ങളുടെ ശല്യമൊന്നുമില്ല എന്നുള്ള രീതിയിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇതിപ്പോൾ നമ്മുടെ പോത്തന്മാരാണ്. ഇതുവരെ നിലവിൽ ഏകദേശം 5 പോത്തന്മാരാണ് ഞാൻ വളർത്തിയിട്ടുള്ളത് കഴിഞ്ഞൊരു വർഷത്തിൻ്റെ ഇടയിൽ. ആദ്യം 3 എണ്ണത്തെ വിറ്റു. ഇപ്പോൾ ആകെ നിലവിലുള്ളത് 2 എണ്ണം മാത്രമാണ്. അപ്പോൾ അവറ്റകൾക്ക് തീറ്റയെ കൊടുത്ത് ഇങ്ങനെ പോകുന്നു. അപ്പോൾ വൈകുന്നേരത്തെ തീറ്റ കൊടുക്കുന്നതിന് മുമ്പുള്ള ഇലയാണ്. ഫാമിൻ്റെ തുടർന്നുള്ള വളർച്ചയും വിശേഷങ്ങളും ഒക്കെ അറിയാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ കൂടെ കൂടാം. എല്ലാ അപ്ഡേറ്റുകളും പുറകെ തരുന്നതായിരിക്കും.